ഇന്നത്തെ റെസിപ്പി ഒരു തൊടുകറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇന്ന് പലരും സദ്യയിൽ ഓലിന് പകരമായിട്ട് ഇത് വിളമ്പുന്ന കാണാറുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ. ഇതുപോലെ 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണിത്. ഇത് എരിവിനനുസരിച്ചിട്ടു. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇവിടെ ഒരു 1/2 ഗ്ലാസ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ തന്നെ പിഴിഞ്ഞെടുക്കണമെന്നില്ല. തേങ്ങാപ്പാൽ പൊടി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി ഈ ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് വലിപ്പം വേണ്ട. കറികൾ കുറവുള്ള സമയത്ത് കറികളുടെ എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ തൊടുകറിയായിട്ടോ ഒക്കെ ഇതുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി നീളത്തിലൊന്ന് കട്ട് ചെയ്തിടാം. ഇഞ്ചി കടിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ കുറച്ച് വലുപ്പത്തിലിട്ടാൽ മതി. ഇനി ഈ പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ മതി. അതും എരിവ് ആവശ്യത്തിനായി കഴിയുമ്പോൾ അത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇനി ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. വെള്ളം ഒരുപാട് വേണ്ട. ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളം മതി. കുറേ പേർക്കൊക്കെ ഈ കറി ഉണ്ടാക്കാനായിട്ട് അറിയായിരിക്കും. ഇതിനകത്ത് കുറച്ച് പാടുള്ള പണിയെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൂടിയൊക്കെ ഒന്ന് തുറന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിരിപ്പുണ്ട്. കറക്റ്റ് വെള്ളമായിരുന്നു വെച്ചിരുന്നത്. ഇതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാൻ മടിയുള്ളവർ ഒരു പാക്കറ്റ് തേങ്ങാപ്പാൽപ്പൊടി വാങ്ങിച്ച് വെച്ചിരുന്നാൽ വല്ലപ്പോഴും ഇതുപോലെ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ കലക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉടച്ചതിന് ശേഷം ഞാൻ ഈ തേങ്ങാപ്പാൽ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ആവശ്യം വന്നില്ല. നീണ്ടിരിക്കുന്ന കറിയാണ് വേണ്ടതെങ്കിലുണ്ടല്ലോ തേങ്ങാപ്പാൽ മുഴുവൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ലൂസാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ തൊടുകറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ ഒപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുകയാണ്. കുറച്ച് ലൂസാക്കി എടുക്കുക. ഇത് ഇരുന്ന് കുറച്ച് കുറുകുവേ. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് ആയിക്കോളും. ഇനി നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചിലരൊക്കെ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്. ഞാൻ ഇതിനകത്ത് ഒഴിക്കാറില്ല കേട്ടോ. കാരണം തേങ്ങാപ്പാൽ തന്നെ നല്ല വെളിച്ചെണ്ണയുടെ മണം ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇരിക്കും തോറും ഇത് കുറുകി കുറച്ച് കട്ടിയായി വരുവേ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ ഒരു കറി വെക്കാറുണ്ട്. ഇതിനെന്താണ് പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉരുളക്കിഴങ്ങ് മപ്പാസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്